ഇപ്പൊ കവിന് ഓരോ പെണ്ണിനും ബ്രേക്കപ്പ് ചെയ്യുമ്പം അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് മോനെ യൂസ് ചെയ്താണ് അവനെപ്പോഴും രക്ഷപ്പെടുന്നത്. അങ്ങനെ അവസാനം ഒരു പെണ്ണ് ഈ പ്ലാനെ കണ്ടുപിടിക്കുമ്പോഴാണ് ഇത് കണ്ട് മോനെയും എടാ കവിൻ, ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞല്ലേ എപ്പോഴും നീ എന്നെ വിളിച്ചോണ്ടായ അവരത് വിശ്വസിക്കത്തില്ലെന്ന്, അതുകൊണ്ട് നീ വേറൊരു പെണ്ണിനെ വിളിച്ചോണ്ടായി നിന്റെ ഗേൾ ഫ്രണ്ട് എന്നറ എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് അവനും ഓ മോനാ, എനിക്ക് ആകെ ഉള്ളത് നീ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് നിന്നെ യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്നിന് അവനും പറയും. അപ്പൊ ഇത് കേട്ട് അവളും അപ്പൊ കവിൻ നിന്റെ F4 ഫ്രണ്ട്സോ, നീ വേണേ എനിക്ക് വരാം ഒരു ദിവസം ടൈമിന് വിളിച്ചിട്ടുണ്ടോ, നിങ്ങൾ രണ്ടുപേരും നല്ല കപ്പിൾസ് അല്ല എന്നിന് അവള് കളിയാക്കുന്നായിട്ട് അവനടുത്ത് വന്ന് അപ്പൊ മോനാ കുറെ ദിവസമായിട്ട് നിന്റെ പുറത്ത് നടക്കുന്നുണ്ടല്ലേ, അപ്പൊ നിങ്ങളും കൂടെ ലവേഴ്സ് ആക് എന്നിങ്ങനെ ടൈമും കവന്റെ ലവ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഗൊറിയ കവന് ഞങ്ങളല്ലാതെ വേറൊരു ഫ്രണ്ട് മോനെ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് അവസാനം അവനറിയാതെ തന്നെ അവൻ അവളെ ഇഷ്ടപ്പെട്ട്. പക്ഷെ അവന്റെ ഇഷ്ടം തുറന്നു പറയാൻ പോയ ഒരു പക്ഷെ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കുമെന്ന് പേടിച്ച് അവനത് പറയാതെ മനസ്സിൽ തന്നെ വെച്ച്. എന്നിട്ട് അവന് വീണ്ടും ആ ഫ്ലാഷ് ബാക്ക് പറയും. അങ്ങനെ ഒരു ദിവസം മോനെയും അവളുടെ പുറം നടക്കുന്ന പയ്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എടാ കവിൻ, ഞാൻ എനിക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലം വരെ പോകാന്ന് പറഞ്ഞപ്പം അവൻ അപ്പം തന്നെ എനിക്ക് അവിടെ താമസിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് വാങ്ങിച്ചെന്ന്. എന്നിട്ട് അവൾ അവനെ കുറിച്ച് പറയുന്നതായിട്ട് കവിന് മൈൻഡ് ചെയ്തിരിക്കും. അപ്പോഴാണ് അവളും കവിൻ ഞാൻ നിന്നോട് സംസാരിക്കുന്നത്, ഞാൻ അവിടെ പോവാന്ന് പറഞ്ഞപ്പം അവൻ എന്റെ കൂടെ വരാന്ന് പറഞ്ഞു, അതുകൊണ്ട് നീ പറ ഞാൻ പോണോ വേണ്ട എന്നിന് അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവനും ദേഷ്യപ്പെട്ട് നീ എന്തിനാ അത് എന്നോട് ചോദിക്കുന്നത്, നീ വേണേ പോയിക്കാൻ നിന്റെ ഇഷ്ടമല്ല എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് അവളും കവിൻ നീ എന്റെ ഫ്രണ്ട് അല്ല, പിന്നെ ഞാൻ നിന്നോട് ചോദിക്കാതിരിക്കോ, എന്തായാലും നീ സമ്മതിച്ചാലേ ഞാൻ പോകത്തുള്ളൂ എന്നിന് അവൾ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും എന്നാ ശരി നീ പോകുന്നേ കൊള്ളാം, പക്ഷെ അവിടെ വെച്ച് അവന്റെ കൂടെയുള്ള റൊമാൻസ് ഒക്കെ കുറച്ച് കൺട്രോൾ വേണം എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട് കവിൻ നീ എന്തോ അങ്ങനെ പറഞ്ഞ എന്നിന് അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവനും ഓ ചുമ്മാ ഒന്നും അറിയാത്ത പോലെ ആക്ട് ചെയ്യാതാ, നീ അവന്റെ കൂടെ എവിടെ വേണമെങ്കിലും പോയിക്കോ, നിന്നെ തടയാൻ ഞാനാരാ എന്നിന് അവനും ദേഷ്യപ്പെട്ട് ക്ലബിലേക്ക് പോകും. അപ്പോഴാണ് അവനെ ഫോളോ ചെയ്ത് അവളോട് വന്നിട്ട് കവിൻ നിനക്ക് എന്തോ പ്രശ്നം, നീ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും മോന ഒരു ദിവസം ഞാനിത് പറഞ്ഞ പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കത്തേ ഉള്ളൂ എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട് കവിൻ പിന്നെ നീ ഇപ്പൊ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കത്തില്ല, നീ പറയാൻ വരുന്ന കാര്യം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെക്കാളും വലുതാണോ എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും ദേഷ്യപ്പെട്ട് ഓ എനിക്ക് നിന്റെ ഫ്രണ്ടായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആദ്യം നീ ഇവിടെ പോ എന്നിന് അവനും ദേഷ്യപ്പെട്ട് കൈതട്ടിടുമ്പോഴാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട ക്യാമറയുടെ ലെൻസ് പൊട്ടി പോകുന്നത്. അങ്ങനെ ഇത് കണ്ട് അവൾ ഇമോഷണൽ ആയിട്ട് കവിൻ നിന്റെ മനസ്സിൽ എന്തോന്ന് എനിക്കൊന്നും പിടി കിട്ടുന്നില്ല എന്നിന് അവളും പറഞ്ഞിട്ട് തിരിച്ചു നടക്കും. അപ്പോഴാണ് അവനും മോന ഇനി നിന്നെ ഇഷ്ട അതാ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിനക്ക് സന്തോഷമായ എന്നിന് അവനും പറയുമ്പോഴാണ് ഇതും കേട്ട് അവളൊന്നും പറയാതെ അവിടെ നിന്ന് അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം അവൾ കവിന് ഒരു ലൊക്കേഷൻ അയച്ചിട്ട് രാവിലെ 6 മണിക്ക് ആ സ്ഥലത്തേക്ക് വരാൻ പറയും. പക്ഷെ നമ്മുടെ കവിൻ അവൾ വിളിച്ച സ്ഥലത്തേക്ക് അവൻ അവസാനം വരെ പോകത്തില്ല. അങ്ങനെ ഈ ഫ്ലാഷ് ബാക്ക് പറഞ്ഞിട്ട് ടൈമും ഗോറിയ കവിൻ പേടിച്ച പോലെ അവന്റെ ഇഷ്ടം തുറന്നപ്പോ തന്നെ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കായി. അന്ന് ക്ലബ് വെച്ച് അവൻ പ്രപ്പോസ് ചെയ്തപ്പം അവളുടെ കണ്ണി കൂടെ അവൻ ആ റിപ്ലൈ മനസ്സിലായെന്ന് അവൻ പറഞ്ഞു, അതുകൊണ്ട് അവൾ വിളിച്ചിട്ടും ആ ലൊക്കേഷൻ അവൻ പോവാത്ത എന്നിനെ ടൈം ആ കഥയൊക്കെ ഗോരയോട് പറയും. അപ്പൊ ഇത് കേട്ട് അവളും ഓ അപ്പൊ അവസാനം അവർ ആ ക്ലബ് വെച്ചാണ് മീറ്റ് ചെയ്തത്, അതിനുശേഷം അവർ കണ്ടിട്ടേ ഇല്ല അപ്പം എന്നിന് അവൾ ആ കഥ കേട്ട് കൺഫ്യൂസ് ആകും. അങ്ങനെ അതേസമയം കവിനും ഇതിനുമ്പേ അവന്റെ ലവ് സ്റ്റോറി കാനിനോട് പറഞ്ഞാണ്. അങ്ങനെ അത് കാരണം അവളും മോനെ വരാൻ പറഞ്ഞ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അവൾ ഓരോ ബിൽഡിങ്ങിന്റെ മേളിൽ ചെന്ന് നോക്കും. കാരണം മോനെ ആ മെസ്സേജ് അയച്ചതിന് ശേഷം കവിനത് കാണാത്തോണ്ട് അവൾ അപ്പൊ തന്നെ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത്. അങ്ങനെ അത് കാരണം ആ ബിൽഡിംഗ് ഏതാണെന്നറിയാൻ വേണ്ടി കാനിങ് ഓരോ ബിൽഡിംഗ് ചെന്ന് തപ്പിക്കൊണ്ടിരിക്കും. ഇപ്പൊ അടുത്ത ദിവസം ഗാവും ഗോറി വിളിച്ചിട്ട് കാനിനെ കുറിച്ച് പറയും. ഗോറിയ ഈ കാനിങ് ഇപ്പൊ 2-3 ദിവസമായിട്ട് അവൾ എന്തോ ചിന്തിച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് എനിക്ക് അവളെ ഓർത്ത് വിഷമമാണ്. കാരണം 2-3 ദിവസമായിട്ട് അവൾ ജോലി ചെയ്യാൻ പോലും വന്നില്ല, അതുകൊണ്ട് ഗോറിയ നീ അവളെ ഒന്ന് ഫോൺ വിളിച്ച് നോക്കാവോ, ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല എന്നിനെ ഗാവ് പറഞ്ഞു കേട്ടിട്ട് ഗോറിയും കാനിങ്ങിന് മെസ്സേജ് നോക്കും. പക്ഷെ അവൾ ഓൺലൈനിൽ കാണത്തില്ല. അങ്ങനെ ഇത് കണ്ട് അവളും കാനിങ്ങിനോർത്ത് അപ്സെറ്റ് ആയിരിക്കും. അപ്പോഴാണ് MJ ഒന്ന് അവളെ വിളിച്ചോണ്ട് പോയിട്ട് ഗോറിയ ഇത് ടൈം നിനക്ക് വേണ്ടി തരുന്ന സർപ്രൈസാ എന്നിനെ അവൾ റെഡിയാക്കിയ ഡെക്കറേഷൻ അവക്ക് തന്നെ കാണിക്കും. അപ്പോഴാണ് MJയും ഗോറിയ ഇത് F4ന്റെ പാർട്ടി അല്ല, ഇത് നിങ്ങൾ കപ്പിൾ ആയതുകൊണ്ട് ടൈം നടത്തുന്ന ഒരു പാർട്ടിയാ, അതുകൊണ്ട് ഗോറിയ നീ എൻജോയ് ചെയ്തോ, ഞങ്ങൾ ഇനി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്നിനെ അവന്മാരും ദൂരെ പോയി നിൽക്കും. അങ്ങനെ ഇത് കണ്ട് ടൈം സന്തോഷപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഗോറി ഇടയ്ക്കിടയ്ക്ക് കാനിങ് മെസ്സേജ് അയച്ചോ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കി ടൈം അടുത്ത് വന്ന് ഓ ഗോറിയ നീ ഇപ്പോഴും കാനിങ്ങിനെ കുറിച്ച് വിഷമിക്കുകയാണോ, അങ്ങനെയാണ് അതൊക്കെ മാറ്റി വെക്കി, കാരണം എല്ലാം മറന്നിട്ട് എൻജോയ് ഉള്ള സമയം ഇത് എന്നിനെ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവനും അവന്മാർ സിഗ്നൽ കാണിച്ച് ക്യാമറ റെഡിയാക്കാൻ പറയും. എന്നിട്ട് അവനും ഓക്കെ എല്ലാം സെറ്റ്. ആ ഗോറിയ നീ അവിടെ ഉള്ള ഒരു വലിയ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടോ, അതിനകത്ത് എന്തോ നിനക്ക് വല്ലതും പിടിയുണ്ടോ, കാരണം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണത് എന്നിങ്ങനെ അവളെ ഗിഫ്റ്റ് തുറക്കാൻ പറഞ്ഞയക്കും. എന്നിട്ട് അവളെ തുറക്കുമ്പോഴുള്ള റിയാക്ഷൻ കാണാൻ വേണ്ടി അവന്മാർ ഇത് ലൈവായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് ഗോറിയും കറക്റ്റ് തുറക്കുമ്പോൾ കാനിങ് അവൾക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഇത് കണ്ട് അവൾ ആ ഗിഫ്റ്റ് നോക്കാതെ ടൈം കാനിങ് എനിക്ക് മെസ്സേജ് അയച്ച് എന്നിന് അവളും പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും ആ ഗോറിയ ആ ഗിഫ്റ്റ് നീ ഒന്ന് നോക്ക് എന്നിന് അവന്റെ ഫസ്റ്റ് പ്ലാൻ സ്പോയിലായി പോകും. അപ്പോഴാണ് അവനും എന്നാ ശരി ഗോറിയ ഇത് വലിയ കാര്യമൊന്നുമില്ല, ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് വേറെ ഒരെണ്ണം ഉണ്ട് എന്നിന് അവളെ വിളിച്ചോണ്ട് അത് കാണിക്കുമ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് കാനിങ് വിളിക്കുന്നത്. അപ്പൊ അവൾ അത് കാണാതെ തിരിഞ്ഞു നിന്നിട്ട് ആ കാനിങ് നീ ഇപ്പൊ എവിടാ എന്നിന് അവളായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് അവനും ഗോറിയ നീ അതൊന്ന് നോക്ക്, ഞാൻ എത്ര റൊമാൻറ്റിക് ആയിട്ട് ആ വീഡിയോ കൊണ്ടാക്കിയെന്ന് അറിയാം എന്നിന് അവളുടെ പുറകെ പോകുമ്പോഴാണ് അവള് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ടൈമിനെ വെള്ളത്തിൽ തള്ളിയിട്ട് അവിടെ നിന്ന് പോകും. അപ്പൊ ഇത് കണ്ടിട്ട് അവനും ഗോറിയ ഇതാ ഈ പാർട്ടിയിലെ ഗ്രാൻഡ്
റൊമാൻറ്റിക് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്നിന് അവന് ലവ് യു ഗോറിയ എന്ന് പറഞ്ഞ് എയറോപ്ലെയിൻ പറപ്പിച്ചാണ്. പക്ഷെ അതൊന്നും കാണാതെ അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് റെന്നിയും ജിയും കൂടെ എടാ ഇതിപ്പോ നമ്മുടെ സർപ്രൈസ് പാർട്ടിയാണോ എന്നിന് അവന്മാരത് കണ്ടോണ്ടിരിക്കും. അതേസമയം ഗോറിയും ക്യാനിങ് ഉള്ള സ്ഥലം കണ്ടുപിടിച്ച് പോകുമ്പോഴാണ് അവിടെ ഉള്ളവരും പറയുന്നത് ഓ നീയാണ് ഇവളുടെ ഫ്രണ്ട്. ഈ പെണ്ണ് ആരും അറിയാതെ ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ കയറാൻ നോക്കി എന്നിന് അവര് പറയുമ്പോൾ ഇത് കേട്ട് അവളും ഓ നിനക്ക് തെറ്റിപ്പോയതായിരിക്കും, അവള് മേളിൽ പോയിട്ട് എന്ത് ചെയ്യാനാ എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ക്യാനിങ്ങും ഗോറിയ ഇല്ല അവര് പറയും സത്യ ഞാനാ ഈ ബിൽഡിങ്ങിന്റെ മേളിൽ കയറാൻ നോക്കിയ എന്നിന് അവൾ എന്നെ സമ്മതിക്കും. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫും ഞങ്ങളുടെ റൂൾസ് അനുസരിച്ച് അനുവാദമില്ലാതെ ആരെങ്കിലുമൊക്കെ മേളിൽ പോകാൻ നോക്കിയാൽ ഞങ്ങൾ പോലീസിനെ വിളിച്ചു പറയും എന്നിന് അവരും പറയുമ്പോഴാണ് അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ നനഞ്ഞതോടെ വന്നിട്ട് ഓ നിങ്ങൾ പോലീസൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല അവളെ വെറുതെ ഇട്ടേക്ക് എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കണ്ട് ഗോറിയും ടൈം നീ എന്തിനാ അവരോട് അങ്ങനെയൊക്കെ പറയുന്ന അവർ നിന്നെയും പിടിച്ച് അകത്തിടും എന്നിന് അവൾ പറയും. അപ്പോഴാണ് അവനും എന്നെ പിടിച്ച് അകത്തിടാനോ അതിന് ഈ ഹോട്ടലിന്റെ ഓണർ ഞാനാ ക്യാനിങ്, നിനക്ക് മുകളിൽ പോയി എന്തോ നോക്കണ്ടെന്ന് വെച്ചാൽ പോയി നോക്കിയോ എന്നിന് അവളെ പറഞ്ഞേക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഗോറിയും ക്യാനിങ് ഒരു സെക്കൻഡ് നീ ഇതൊക്കെ എന്തിനാ ചെയ്യുന്ന ഈ ഹോട്ടലിന്റെ മുകളിൽ നിനക്കെന്തോ കാര്യം എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് അവളും ഗോറിയ അതെനിക്ക് വിവരിച്ചു പറയാൻ പറ്റില്ല, ഞാനൊരു ബിൽഡിങ്ങിനെ അന്വേഷിച്ച് ഇവിടെ വന്നേ എന്നിന് അവളും പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോഴാണ് വീണ്ടും ഗോറിയ തറഞ്ഞിട്ട് എന്നാ ശരി ക്യാനിങ് ഞാനും നിന്റെ കൂടെ വരാം എന്നിന് അവളും പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ടൈം അവളെ തറഞ്ഞിട്ട് ഓയ് ആദ്യം നീ അവളെ ഒറ്റയ്ക്ക് ഇട്, അതൊക്കെ അവരുടെ കാര്യമാണ്, ഇപ്പൊ നീ അതെല്ലാം വിട്, എനിക്ക് നീയായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നിന് അവളെയും വിളിച്ചോണ്ട് അവളെല്ലോ റൂമിലേക്ക് പോകും. എന്നിട്ട് അവനും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് നടക്കുന്ന കണ്ടിട്ട് അവളും ചോദിക്കും ടൈം നീ ഇപ്പൊ ദേഷ്യത്തിലാണോ എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് അവന് ദേഷ്യത്തെ ആ ജ്യൂസ് കുടിച്ചിട്ട് ഗോറിയ ഇനി നിന്നോട് ദേഷ്യ പക്ഷെ അത് നീ എന്റെ പാർട്ടി നശിപ്പിച്ചോണ്ടല്ല നീ ക്യാനിങ്ങിന്റെ കാര്യത്തിൽ ഇടപെട്ടോണ്ട എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും പിന്നെ ഞാനെങ്ങനെ അവളെ കുറിച്ച് വിഷമിക്കാതിരിക്കും എന്നിന് അവൾ ചോദിക്കും. അപ്പൊ അവനും ഓ ഞാൻ അവളെ കുറിച്ച് വിഷമിക്കാതിരിക്കാനല്ല പറയുന്നത്, നിനക്ക് ഇതുവരെ ക്യാനിങ് എങ്ങനെ ഫീൽ ചെയ്യുന്ന മനസ്സിലായില്ല, അവൾക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹം, കാരണം അവളുടെ മനസ്സ് മൊത്തം ഇപ്പം കവിനെ കുറിച്ച്, അതുകൊണ്ട് നീ അവളെ ശല്യപ്പെടുത്താതിരി എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് അവളും ആ ഞാനും അങ്ങനെ വിചാരിക്കുന്നത്, പക്ഷെ കവിനെ വീഴ്ത്താൻ അത്രയ്ക്കും പാടാണോ എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും ആർക്കറിയാം ഒരുപക്ഷെ കവിൻ ഇപ്പോഴും മോനെ മറക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ അവൻ വേറെ പെണ്ണിനെ സ്നേഹിക്കാൻ പോകുന്നത്. പക്ഷെ എന്നെ പഠിപ്പിച്ച ഒരു സാറുണ്ട്, അദ്ദേഹം പറഞ്ഞ് കവിനെ വീഴ്ത്തണമെങ്കിൽ ആദ്യം നീ കവിന് ബോൾ എറിഞ്ഞു കൊടുക്കണം, എന്നാലേ അവൻ തിരിച്ച് നിനക്ക് ആ ബോൾ പാസ് ചെയ്യത്തുള്ളൂ എന്നിന് MJ പഠിപ്പിച്ച ഡയലോഗ് അവളോട് പറയും. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അവൾ വീണ്ടും ക്യാനിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ടൈം അടുത്തെന്ന് ഓക്കെ ഗോറിയ നിനക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവളെ ഹെൽപ്പ് ചെയ്യാം, അതായത് നമ്മൾ സഹായിക്കുന്ന കാര്യം അവൾ അറിയല്ലേ എന്നിന് അവനും അവളെ സമാനപ്പെടുത്തും. അപ്പോഴാണ് അതേസമയം കവിനെ അവളെ മറക്കാൻ വേണ്ടി കുറെ ശ്രമിച്ചു നോക്കും, പക്ഷെ അവനെ കൊണ്ടത് പറ്റത്തില്ല. അപ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് അവൾ നേരിട്ട് തന്നെ കവിനെ കാണാൻ വേണ്ടി അവിടെ വരും. അങ്ങനെ ഇത് കണ്ട് അവന് ഷോക്കായി അവൾ അകത്തേക്ക് വിളിച്ചോണ്ട് സംസാരിക്കും. അപ്പോഴാണ് അവളും പറയുന്നത് ഓ കവിൻ അന്ന് കടയിൽ വെച്ച് നിന്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടില്ല, അവളെ കാണാൻ നല്ല ക്യൂട്ടാ എന്നിന് അവൾ അറിയും. അപ്പൊ ഇത് കേട്ടതോടെ അവനും മോന നീ പെട്ടെന്ന് നിന്നെ അവളെ കുറിച്ച് പറയുന്ന എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് അവളുടെ ടാബ് അണിച്ചിട്ട് കവിൻ അവളും നീയും തമ്മിൽ എന്തോ ബന്ധമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇവള് കുറച്ചു ദിവസം മുമ്പ് എന്റെ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ കയറി അവൾ എന്തോ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് കവിൻ നീ അവളോട് എന്തോ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു പെണ്ണിങ്ങനെ രാത്രി സമയത്ത് ബിൽഡിങ്ങിന് മേളിൽ പോകുന്നതൊക്കെ കുറച്ച് ഡേഞ്ചറായ വിഷയം എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ഓക്കെ എനിക്കെല്ലാം മനസ്സിലായി, നീ ഇതിനെ കുറിച്ച് വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം, പിന്നെ മോന ഞാൻ നിന്റെ ബാഡ് മെമ്മറീസിനെ ഓർമ്മപ്പെടുത്തതിന് സോറി എന്നിന് അവനും പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും കവിൻ എനിക്ക് നീ ആയിട്ടുള്ള മെമ്മറീസ് എല്ലാം നല്ല മെമ്മറീസാ അല്ലാതെ മോശമൊന്നുമല്ല എന്നിന് അവളും പറയുമ്പോഴാണ് കവിൻ അവളുടെ കൈയിട്ടേക്കുന്ന മോതിരം കാണുന്നത്. അപ്പോഴാണ് അവളും കവിൻ ഞാൻ വിചാരിക്കുന്നത് അവൾക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് എന്നിന് അവളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പൊ ഇത് കണ്ട് കവിനും പുറകെ ചെന്ന് നോക്കുമ്പോഴാണ് അവളുടെ ഹസ്ബൻഡ് ഒന്ന് അവൾ വിളിച്ചോണ്ട് വന്നത്. അങ്ങനെ ഇത് കണ്ടതോടെ കവിനും ദേഷ്യപ്പെട്ട് പെട്ടെന്ന് കാനിനെ വിളിക്കും, പക്ഷെ അവൾ ഓരോ ബിൽഡിംഗ് അവന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന് മെസ്സേജ് അയക്കുന്നത് കാനിങ് നീ എന്തുവാ ചെയ്യുന്നത് എനിക്കറിയാം, അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഇടപെടാതെ നീ പോയി നിന്റെ പണി നോക്ക് എന്നിന് അവന് മെസ്സേജ് അയച്ചേക്കും. പക്ഷെ ആ മെസ്സേജ് കണ്ടിട്ടും കാനിങ് അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും അവൾ ഓരോ ബിൽഡിംഗ് നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് കണ്ട് കവിനും ദേഷ്യപ്പെട്ട് അവനും കുറച്ചൊരു റൈഡൊക്കെ പോയിട്ട് ബെഡ് വന്ന് കിടക്കും. അപ്പോഴാണ് കാനിങ് അവന് മെസ്സേജ് അയക്കുന്നത് കവിൻ മോനെ നിന്നോട് വരാൻ പറഞ്ഞ ബിൽഡിംഗ് ഞാൻ കണ്ടുപിടിച്ച് എന്നിന് അവളെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് രാവിലെ 6 മണിക്ക് കവിനോട് വരാൻ പറയും. പക്ഷെ ആ മെസ്സേജ് കണ്ടിട്ട് കവിന് മൈൻഡ് ചെയ്യാതെ വീണ്ടും ക്ലബിലേക്ക് പോകും. അപ്പോഴാണ് കവിന്റെ കൂടെ ഉള്ള ഒരു പെണ്ണും കവിൻ കുറെ നേരമായിട്ട് നിന്നെ തന്നെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവൻ ആരാ നോക്ക എന്നിന് അവളും കാണിക്കുമ്പോഴാണ് അവിടത്തായും കവിനെ ഫോളോ ചെയ്ത് അവിടെ തന്നെ വന്നിരിക്കും. അപ്പൊ ഇത് കണ്ട് അവനെ അടുത്തെന്ന് എടത്തായും നിനക്കും ഈ കാനിനൊക്കെ എന്തോടെ പ്രശ്നം, അവൾ ആ ബിൽഡിംഗ് അന്വേഷിച്ച് പോയപ്പോ തൊട്ട് എന്റെ ലൈഫ് മൊത്തം ഒരു വശലായി, ഇപ്പൊ അങ്ങോട്ട് അവൾ ആ ബിൽഡിംഗ് കണ്ടുപിടിച്ചെന്ന് എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ടൈമും ഓ അവളെ ബിൽഡിംഗ് കണ്ടുപിടിച്ച എടാ കവിൻ അവൾ നിനക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അവൾക്ക് നിന്നോടൊരു ഇഷ്ടമെങ്കിലും നീ മനസ്സിലാക്ക്, പിന്നെ നീ ആ ബിൽഡിംഗ് പോണോ വേണ്ടേന്ന് നീയാ തീരുമാനിക്കണ്ട, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം നീ അവിടെ പോകാതെ വീണ്ടും ആ പഴയ തെറ്റന്നെ ആവർത്തിക്കില്ല എന്നിന് അവനും പറഞ്ഞിട്ട് പുറത്തു പോകും. അങ്ങനെ ഇത് കേട്ട് കവനും കുറെ ആലോചിച്ച് നോക്കുമ്പോഴാണ് അവനും കാനിനെ കുറിച്ചുള്ള നല്ല മെമ്മറി ഇങ്ങനെ വന്നു. എന്നിട്ട് അവന് മോനെ പോലെ കാനിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവനും പെട്ടെന്ന് ആ ബിൽഡിംഗിൽ പോകാൻ തീരുമാനിക്കും. അപ്പോഴാണ് പുറത്ത് അവന് വേണ്ടി ടൈം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്നിട്ട് അവനും എടാ കവിൻ നിനക്ക് ഇത് മനസ്സിലാക്കാൻ ഇത്ര സമയമായോ എന്നിങ്ങനെ കവിനെ വിളിച്ചോണ്ട് ആ ബിൽഡിംഗിലേക്ക് പോകും. അപ്പോഴാണ് അവനെ കണ്ടിട്ട് അവള് സന്തോഷപ്പെടുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് അവനും ഓ കാനി നീ കാരണം എനിക്ക് എന്തൊരു തലവേനെന്നറിയാ,
എന്നിന് അവനും പറഞ്ഞിട്ട് അടുത്താകുമ്പോഴാണ് അവളും പറയുന്നത്, കവിൻ ഇപ്പൊ സംസാരിക്കുന്ന സമയമില്ല, അന്ന് മോന നിന്നോട് പറയാമെന്ന് എന്തോന്ന് ഞാൻ കണ്ടുപിടിച്ച്. എന്നിനെ പെട്ടെന്ന് അവനെ വിളിച്ചോണ്ട് ടോപ്പിലേക്ക് പോകും. അങ്ങനെ അവനും ടോപ്പിൽ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ഒന്നും കാണത്തില്ല. അപ്പോഴാണ് അവനും, കാനിങ് നീ എന്തോ കാണിക്കാൻ എന്നെ ഇവിടെ വിളിച്ചോണ്ടെന്ന് എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് സൂര്യൻ ഉദിക്കുന്നത്. അപ്പോഴാണ് അവളും പറയുന്നത്, കവിൻ മോനെ നിന്നോട് കറക്റ്റ് 6 മണിക്ക് ഈ ബിൽഡിംഗ് വരാൻ പറഞ്ഞുള്ള കാരണം നിന്നോട് ഇത് പറയാൻ വേണ്ടിയാ. എന്നിന് അവളും താഴെയുള്ള ഒരു ഷാഡോയെ കാണിക്കും. അപ്പോഴാണ് അവിടെയുള്ള ബോർഡിന്റെ ഷാഡോയിൽ ലവ് യു കവിൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടേക്കും. അതായത് അവൾക്കും കവിൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇത് കണ്ടതോടെ അവൻ ഇമോഷണലായി നിൽക്കും. അപ്പോഴാണ് അവളും, കവിൻ നിന്റെ ഫീലിങ്സ് എന്തോന്ന് അവൾക്ക് മനസ്സിലായി, അത് കാരണമാണ് അവൾ അന്ന് നിന്നെ ഈ ബിൽഡിങ്ങിലേക്ക് വിളിച്ചത്. കവിൻ അവൾക്ക് നിന്നെ ഇഷ്ടമാ എന്നിന് അവളും പറഞ്ഞതോടെ അവന് ഇമോഷണലായി കരയും. അതിനെതിരെ ശിവെല്ലാം തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് MJ റെന്നും കൂടെ, എടത്തായും നീ പാർട്ടി നടത്താൻ പോകുന്ന എന്നെ വിളിച്ചിട്ട് നിങ്ങളെല്ലാം ഉറങ്ങി കിടക്കുന്ന എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് തൈമ എഴുന്നേറ്റിട്ട്, MJ പാർട്ടി നടത്താനെ വിളിച്ച, പക്ഷെ രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങിയില്ലായിരുന്നു എന്നിങ്ങനെ അവരെല്ലാം ഉറക്കത്തിരിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് MJയും, എന്നാ ശരി പാർട്ടി ഒന്നും വേണ്ട ഞാൻ വീട്ടിൽ പോവാ. എടാ കവിൻ അവരുടെ ഒരു ന്യൂ കപ്പിളാ, അതുകൊണ്ട് അവരെ ഒറ്റയ്ക്ക് ഇടും നമുക്ക് പോവാം എന്നിങ്ങനെ അവരെല്ലാം അവിടെ നിന്ന് പോകും. അപ്പോഴാണ് കാനിങ്ങും, ഗോറിയ നീ നാളെ തൊട്ട് കട ജോലി ചെയ്യാൻ വരത്തില്ല എന്നിന് അവൾ ചോദിക്കും. അപ്പൊ അവളും, എനിക്ക് ഇവിടുത്തെ പണിയെല്ലാം തീർന്നു, നാളെ തൊട്ട് ഞാനും വരും എന്നിന് അവളും കാനിനെ പറഞ്ഞയക്കും. അങ്ങനെ അവരെല്ലാം തിരിച്ച് വീട്ടിൽ പോകുമ്പോഴാണ് MJയും കാനിനെ കണ്ടിട്ട്, കാനിങ് നിന്നെ വേണം ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം എന്നിന് അവൻ വിളിക്കും. അപ്പൊ ഇത് കേട്ട് കവിനും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവളെ കൊണ്ടാക്കാൻ ഞാനുണ്ട് എന്നിനെ അവളെ വിളിച്ചിട്ട് അവൻ കാറി കയറും. എന്നിട്ട് അവനും കാനിനെ കണ്ടിട്ട്, കാനിങ് നീ ചെയ്ത കാര്യത്തിന് ഞാൻ ഇതുവരെ താങ്ക്സ് പറഞ്ഞില്ല എന്നിന് അവനും പറയുമ്പോഴാണ് അവളും, കവിൻ നീ അവിടെ വന്നു തന്നെ വലിയ കാര്യമാണ്, കാരണം ഞാൻ വിചാരിച്ച് നീ അവിടെ വരത്തില്ലായിരിക്കുന്നു, അതുകൊണ്ട് ഞാനെ താങ്ക്സ് പറയണ്ട എന്നിന് അവൾ അറിയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും, കാനിങ് ഞാനിന്ന് അവിടെ വന്നത് അവൾക്ക് വേണ്ടിയല്ല എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും ഷോക്കായി. അപ്പൊ കവിൻ നീ എനിക്ക് വേണ്ടിയാണോ എന്നിന് അവളും ചോദിക്കാൻ വരുമ്പം പെട്ടെന്ന് അവനും, അത് ഞാൻ പറയത്തില്ല എന്നിന് അവനും ചിരിച്ചോണ്ട് പെട്ടെന്ന് കാർ എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇപ്പൊ കവിനും കാനിനും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതേസമയം തൈമും ഗോരിയോട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളും, തൈം നീ ഇന്ന് ഫുള്ളും സമാധാനത്തിലായിരുന്നല്ലേ, കാരണം ഞാൻ പോലും കാനിന്റെ കാര്യത്തിൽ കുറെ ആവേശപ്പെട്ട്, പക്ഷെ നീ റിലാക്സ് ആയിട്ട് എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്ത, അതിന് താങ്ക്സ് എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് അവനും, ഗോറിയ നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ സർപ്രൈസ് ചെയ്തോണ്ടിരിക്കും എന്നിന് അവനും പറഞ്ഞ് കണ്ണടച്ചടക്കും. അപ്പോഴാണ് അവളും, ടൈം ഞാൻ നിനക്കൊരു സർപ്രൈസ് തരുന്നുണ്ട് എന്നിന് അവളും പെട്ടെന്ന് കിസ് ചെയ്തിട്ട് അങ്ങ് മാറും. അപ്പൊ ഇത് കണ്ട് അവനും ഞെട്ടിയിട്ട്, ഗോറിയ അത് ഒത്തിരി പെട്ടെന്നായി പോയി, ഞാൻ റിയാക്ട് ചെയ്യലും ചെയ്തില്ല, അതുകൊണ്ട് ഇത് ഫൗളാ എന്നിന് ഇവർ തമ്മിൽ സംസാരിക്കുന്നൊക്കെ അവിടെ ജോലി നിരക്കി ഇങ്ങനെ ഒളിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവർ വീണ്ടും കിസ് ചെയ്യുന്നത്. അങ്ങനെ ഇത് കണ്ട് ആന്റിയും അവരുടെ കണ്ണൊക്കെ മറച്ചു വെച്ചിട്ട് അവരിങ്ങനെ ഒളിഞ്ഞു നോക്കും. അങ്ങനെ അതിനുശേഷം ഗോറിയയും അവരുടെ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് അവളുടെ വീടിന്റെ ഫ്രണ്ടിൽ റൺ നിന്നോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് അവളിങ്ങനെ അടുത്ത് പോകുമ്പോഴാണ് റൺ അവളെ കണ്ടിട്ട്, ഗോറിയ നമുക്ക് വേറെ എവിടെങ്കിലൊക്കെ പോവാം എന്നിന് അവളെ തടഞ്ഞെടുത്തും. അപ്പൊ ഇത് കേട്ട് അവളും, റൺ എന്തോ സംഭവിച്ച എന്നിന് അവളും പെട്ടെന്ന് ഓടിച്ചു നോക്കുമ്പോഴാണ് അവിടെ തൈമിന്റെ നമ്മുടെ ആൾക്കാരൊക്കെ വന്ന് ഗോറിയുടെ വീടൊക്കെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവള് ഷോക്കായി നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.